കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂർ കോടതിയിലേക്ക് എത്തുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന്, ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതും നിർണായകമാണ്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു. കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന കാര്യത്തിലും ഏതാണ്ട് ധാരണ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലോ കാണുന്നത് പോലെ വളരെ പെട്ടെന്നാണ് ഇതിലേക്ക് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഉടൻ എത്തിക്കുമോ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക്? ആജ്ഞ, എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഉടൻ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ നിർണായകമായ വാദമുഖങ്ങൾക്ക് സാക്ഷിയാകും. ആജ്ഞ, കേൾക്കാമോ? ഉടനെ ഇറക്കുമോ ബോബി ചെമ്മണ്ണൂരിനെ? രഞ്ജിത്ത്, അതിനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങി. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കാണാൻ കഴിഞ്ഞ അല്പസമയത്തിനുള്ളിൽ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ 11 മണി എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും നിരവധി കേസുകൾ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരിഗണിക്കാനുള്ളത് കൊണ്ടാണ് 12:30 എന്നൊരു സമയത്തേക്ക് മാറ്റിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 12:30 പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ 12:34 സമയം അതിക്രമിക്കുകയാണ്. ഒരുപക്ഷെ ഇനി ഈ കേസ് ലഞ്ച് ബ്രേക്കിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പരിഗണിക്കുക. കേസ് എടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷം ലഞ്ച് ബ്രേക്കിന് ശേഷം കോടതിക്ക് ശേഷമേ പരിഗണിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. എന്തായാലും ഇതുവരെയും ഈ നിമിഷം വരെ ഇവിടുന്ന് ഇറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ, പക്ഷെ ഇവിടുന്ന് 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ കോടതിയിലേക്കെങ്കിൽ പോലും ഇവിടെ നിന്നും ഇതുവരെ പുറപ്പെട്ടിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു സാധ്യത കൂടി നമ്മുടെ മുന്നിൽ കാണണം. ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട്. മാത്രമല്ല ഈ കേസ് നേരത്തെ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാക്കുന്നത് രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകളും ഇവിടെയുണ്ട്. കോടതിയിൽ അഡ്വക്കേറ്റ് രാമൻപിള്ള ഹാജരായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുന്ന ഒരു ഇതിലേക്ക് അങ്ങേയറ്റം വാദമുഖങ്ങൾ നിരത്താനുള്ള നീക്കങ്ങളാണ് അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂരിന് രാവിലെ കൂടി പ്രതികരിച്ചു കഴിഞ്ഞു. രാവിലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ തനിക്ക് ഇക്കാര്യത്തിൽ കുറ്റബോധമില്ല, കാരണം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് പ്രത്യേകിച്ചും ഒരു ഇന്റൻഷൻ ഉണ്ട്. 4 മാസം മുൻപ് നടന്നിരുന്ന ഒരു പരാമർശം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ ചർച്ചകൾ വരുന്നതിൽ എന്തോ പ്രത്യേക ഇന്റൻഷൻ ഉണ്ട്. അത് പ്രത്യേകിച്ചും ഹണി റോസിന്റെ സിനിമ റിലീസാകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം എന്നുള്ളൊരു ആരോപണം കൂടി ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് രംഗത്തേക്ക് വരുന്നത്. അത്തരത്തിലല്ല ഈ കഴിഞ്ഞ 4 മാസവും നിരവധി തവണ അവർ സോഷ്യൽ മീഡിയ വഴിയുള്ള അറ്റാക്കിന് അവര് വിധേയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അവര് മാക്സിമം അത് സഹിച്ച ശേഷമാണ് ഈ ഒരു പരാതിയിലേക്ക് വന്നത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്, എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് പോലീസ്. അത് നമുക്ക് അക്കാര്യത്തിൽ നമുക്കും വ്യക്തതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കുന്നു, DGPയുമായി സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയോടും DGPയും ആരോടും സംസാരിക്കുന്ന മുൻപ് തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരം നടത്തിയിരുന്നു. ADGPയുമായി ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടത്തിയിരുന്നു. ഇങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട് നിയമപാലകന്മാരുമായി നിരവധി തവണ സംസാരിച്ച ശേഷമാണ് അവർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരെ പരാതിയുമായി രംഗത്തെത്തുന്ന പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇത് ചുമത്തിയിരിക്കുന്നത് നമുക്കറിയാം. BNS 75(1)(4) 2 വകുപ്പുകളാണ്. ഇത് രണ്ടും ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല IT ആക്ട്, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അല്ല സെക്ഷലി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് IT ആക്ട് 57 ചുമത്തപ്പെടുന്നത്. അങ്ങനെയാണ് ഈ 3 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നതും. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ജാമ്യമില്ല വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുൻപ് നേരത്തെ വളരെ അധികം പിന്നിലല്ലാതെ കേരളം കണ്ടിട്ടുള്ള ഇത്തരം ലൈംഗികാരോപണ കേസുകളിൽ പ്രമുഖരായ ആളുകൾക്ക് ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കും. ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയായിരിക്കും ജാമ്യം അത്തരം ഒരു വാദമുഖമായിരിക്കും കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം
ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു മാത്രമല്ല അവരുടെ ഈ ബോബി ചെമ്മണ്ണൂരിന് പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ ഇവരുടെ വീഡിയോകൾക്കായാലും ചിത്രങ്ങൾക്കായാലും താഴെയൊക്കെ ഇവർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾക്കൊക്കെ താഴെ കമന്റുകളുമായി വന്നിട്ടുള്ള ആളുകളെയൊക്കെ നിരീക്ഷിക്കുന്ന, മോശം കമന്റുകളുമായി വന്നിട്ടുള്ള ആളുകളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് 20 പേരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്തരം മോശം കമന്റിന്റെ പേരിൽ കുമ്പളം സ്വദേശി ഷാജി എന്ന ആള് അറസ്റ്റിലാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അതിശക്തമായി പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനം. അത് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആ തരത്തിൽ തന്നെയാണ് SIT തലവനാണ് അദ്ദേഹം, ACP C ജയകുമാറിനാണ് ചുമതല. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. അത് ഹണി റോസ് എന്ന് പറയുന്ന പ്രമുഖയായ ഒരു സ്ത്രീക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതോ ലൈംഗിക അധിക്ഷേപം നടത്തിയതോ എന്നുള്ളത് മെസ്സേജ് അല്ല. അത് ഏത് സ്ത്രീക്കെതിരെ നടത്തിയാലും ഇത്തരമുള്ള പണിഷബിൾ ഒഫൻസുകൾ അതിനോട് താതാത്മ്യം പ്രാപിച്ചു പോകാൻ പോലീസ് തയ്യാറല്ല എന്നൊരു സാഹചര്യം കൂടി വെളിപ്പെടുത്തുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന്റെ ഇന്നലെ മേപ്പാടിയിലെ ബോബി ചെമ്മണ്ണൂർ റിസോർട്ടിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. അതായത് മറ്റൊരു പ്രയോറിറ്റിയും നൽകാതെ, പ്രമുഖൻ എന്നുള്ള മറ്റൊരു പ്രയോറിറ്റിയും നൽകാതെ അദ്ദേഹത്തെ ഇവിടെ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് അദ്ദേഹത്തെ ലോക്കപ്പിൽ വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടത് ഇത്തരം ലൈംഗിക ആരോപണ കേസുകളിൽ, ലൈംഗിക അധിക്ഷേപ കേസുകളിൽ, അതിക്രമ കേസുകളിൽ ഒരു പ്രതിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകുന്നു, അത് മാത്രമേ ഈ ബോബി ചെമ്മണ്ണൂരിന് അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കും അല്പസമയത്തിനകം. നമുക്ക് 12:30-ക്ക് ശേഷം എന്ന്